ഇറ്റ്സ് മീ ലക്ഷ്മി TS. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനില് 44 ഭേദഗതിയെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 42 ഭേദഗതിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്തൊന്ന് നോക്കുക. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വരുന്ന പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നതെന്ന്. അപ്പൊ കൂടുതൽ പേരും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ, ഡിഗ്രി ലെവൽ, 10th ലെവൽ, VFA അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പറയാനുള്ളത്, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. 10th, 12th, ഡിഗ്രി ലെവലിനെല്ലാം കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകാം. അവസാനം എക്സാം ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പടിയായിട്ട് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ മാക്സിമം, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു വർഷത്തെ ഒരു കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഫ്രീ ക്ലാസ് എന്നുള്ള രീതിയിൽ. 1 ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2026 മേ ബി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നടക്കാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ ഒന്നെങ്കിൽ 2025 അവസാനം അല്ലെങ്കിൽ 2026 ആദ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. സോ ആ പരീക്ഷയ്ക്ക് എന്നോടൊപ്പം തന്നെ നല്ല പോലെ എഫേർട്ട് എടുത്ത് പഠിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ടെലഗ്രാമിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 44 ഭേദഗതി പഠിച്ചാലോ? ശ്രദ്ധിച്ചിരിക്കുക. 42 ഭേദഗതി നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു അതൊരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഭേദഗതിയായിരുന്നു 42ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. എന്നാൽ ഈ 42ാം ഭേദഗതി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. സോ ആ ഒരു സമയം നിങ്ങൾക്ക് അറിയായിരിക്കും, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു സമയത്തായിരുന്നു ഈ ഒരു ഭേദഗതികളെല്ലാം കൊണ്ടുവന്നിരുന്നത്. സോ ഒരുപാട് വേണ്ടാത്ത മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ആ ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അതിനകത്ത് കൊണ്ടുവന്ന കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പെട്ടെന്ന് തന്നെ 1978 ആയപ്പോഴത്തേക്കും 44ാം ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്കും പ്രധാനമന്ത്രിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ എന്താണ് 44ാം ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1976 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭരണഘടനയിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങളെല്ലാം തിരിച്ച് പഴയ പോലെ ആക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഭേദഗതി ആയിരുന്നു ഏത് ഭേദഗതി എന്ന് പറയുന്നത്? ഈ 44ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു സമയം നമ്മൾ പറഞ്ഞല്ലോ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലായിരുന്നു 44ാം ഭേദഗതിയിലെ മിക്ക കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ തിരിച്ച് പഴയ പോലെ ആക്കുന്നതിനും വീണ്ടും ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ടെത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി വന്ന ഒരു ഭേദഗതിയായിരുന്നു നമ്മളിപ്പോ പഠിക്കുന്ന 44ാം ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 44ാം ഭേദഗതി പാസാക്കിയ വർഷം എന്ന് പറയുന്നത് പഠിക്കാൻ ഈസിയാണ്. 44 എന്ന് പറയുമ്പോൾ 4+4 8 അപ്പൊ 1978 44ാം ഭേദഗതി പാസ്സാക്കുന്നത്. അപ്പൊ 42ന്റെ വർഷം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? 4+2 6 അല്ലേ? അപ്പോ 1976 42ാം ഭേദഗതി കൊണ്ടുവന്നിരുന്നത്. അതെല്ലാവർക്കും അറിയാലോ. നോക്കൂ, 44ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1979, അതായത് 78 പാസ്സാക്കുന്നത്. അത് നിലവിൽ വരുന്നത് 79 തൊട്ടടുത്ത വർഷമാണ്. ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? 44ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഈ 42ാം ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1976 തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത്? 42ാം ഭേദഗതി നിലവിൽ വരുന്നത് 1977 ജനുവരി മാസം 3-ാം തീയതി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1977
ജനുവരി മാസം 3-ാം തീയതിയാണ്. മനസ്സിലായോ? അപ്പൊ 44-ാം ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയ വർഷം ചോദിച്ചാൽ 1978 79-ലാണ് നിലവിൽ വരുന്നത്. ഏപ്രിൽ മാസം 30 എന്നാൽ 42-ന്റെ കേസ് ചോദിച്ചാൽ പാസാക്കിയ വർഷം 1976 77 ജനുവരി മാസം 3-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, അത് നിലവിൽ വരുന്നത്. പഠിച്ചു കഴിഞ്ഞല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ ഈ ഒരു ഭേദഗതി വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് മൊറാർജി ദേശായിയുടെ ഒരു കൺട്രോളിലുള്ള ജനതാ ഗവൺമെന്റ് ആയിരുന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ആയിരുന്നു എന്ത് ഭരിച്ചിരുന്നത്, നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പൊ 44-ാം ഭേദഗതി വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഏത് സർക്കാർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ജനതാ സർക്കാരാണ്. മനസ്സിലായല്ലോ? അപ്പോ പ്രധാനമന്ത്രി ആരാണ്, മൊറാർജി ദേശായി. 42-ൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു, 44-ൽ മൊറാർജി ദേശായി ആണ്. 42-ൽ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു, 44-ൽ എന്താണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ, അപ്പോ ഇവിടെ 44-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് ഏത് ഗവൺമെന്റ് ആണ്, ജനതാ ഗവൺമെന്റ് ആണ്. ഏത് ഗവൺമെന്റ് ആണ്, ജനതാ സർക്കാരാണ് ഭരിച്ചിരുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇതാ ശ്രദ്ധിച്ചോളൂ. നമ്മൾ പറഞ്ഞിരുന്നു ഈ 42-ാം ഭേദഗതിയിൽ കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, അതുകൊണ്ട് അവിടെ മാറ്റം എന്തായാലും അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ലോക്സഭയ്ക്കും തന്നെ നിയമസഭ, സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്, നിയമസഭകളുണ്ടല്ലോ. അപ്പൊ ഈ നിയമസഭയുടെയും കാലാവധി എന്ന് പറയുന്നത് എത്ര ആക്കിയിട്ടുണ്ടായിരുന്നു, 6 ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. 42-ാം ഭേദഗതിയിലൂടെ ഈ ഒരു കാലാവധി ആരുടെയൊക്കെ കാലാവധിയാണ്, ലോക്സഭയുടെയും ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ, ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ നിയമസഭയുണ്ടല്ലോ, അവരുടെ കാലാവധി ആദ്യം 5 വർഷമായിരുന്നത് എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, 42-ാം ഭേദഗതിയിലൂടെ 6 വർഷമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 44-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുകയാണ്, തിരികെ 5 വർഷമാക്കി മാറ്റുകയാണ്. മനസ്സിലായോ? 42-ാം ഭേദഗതിയിലൂടെ 6 വർഷമാക്കി തിരിച്ച് 6 വർഷം എന്നുള്ളത് എന്ത് ചെയ്യുകയാണ്, 44-ാം ഭേദഗതിയിലൂടെ തിരിച്ച് 5 വർഷമാക്കി പുനഃസ്ഥാപിക്കുകയാണ്. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഏത് ഭേദഗതിയിലൂടെയാണ് 6 വർഷം എന്നുള്ള കാലാവധി 5 വർഷമാക്കി പുനഃസ്ഥാപിച്ചത്? തിരിച്ചാക്കിയത് ചോദിച്ചാൽ 44, അങ്ങോട്ടേക്കാക്കിയത് ചോദിച്ചാൽ 42 പഠിച്ചു കഴിഞ്ഞല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നോക്കൂ, ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധിക്കാൻ തിരികെ ക്യാബിനറ്റിലേക്ക് അയക്കാമെന്ന മാറ്റം കൊണ്ടുവന്ന ഭേദഗതി ഏതാണ്? ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്യാം, പ്രസിഡന്റിന്. ഇപ്പം ക്യാബിനറ്റ് തീരുമാനങ്ങൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം, ഈ പ്രസിഡന്റ് എന്താണ് ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു രീതി 42-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്യാബിനറ്റ് പറയുന്ന, മന്ത്രിസഭ പറയുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ചിരിക്കണം, പ്രസിഡന്റ് അംഗീകരിച്ചിരിക്കണം എന്നുള്ള ആ ഒരു കേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് ഒന്നുകൂടെ പരിശോധിക്കാൻ. ഇപ്പൊ അവരൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ പരിശോധിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാറ്റം കൊണ്ടുവന്ന ഭേദഗതി ആയിരുന്നു 44-ാം ഭേദഗതി. അപ്പൊ 42-ലൂടെ എന്താ പറഞ്ഞത്, അതനുസരിച്ചേ പറ്റത്തുള്ളൂ. അതായത് ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് വേണം പ്രസിഡന്റ് പ്രവർത്തിക്കണം എന്നുള്ള കാര്യമായിരുന്നു 42-ലൂടെ കൊണ്ടുവന്നതെങ്കിൽ ഈ 44-ൽ എന്ത് പറയുകയാണ്, ഈ പ്രസിഡന്റിന് ആ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ വേണ്ടി തിരിച്ച് ക്യാബിനറ്റിലേക്ക് തന്നെ അയക്കാം. എന്നാൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് ഉറപ്പായും എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അപ്പൊ ഒരു തവണ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പുനഃപരിശോധനയ്ക്ക് വേണ്ടി അയക്കാൻ സാധിക്കുകയുള്ളൂ. പുനഃപരിശോധന നടത്തി അവർ തിരിച്ച് ആ തീരുമാനങ്ങൾ വീണ്ടും പ്രസിഡന്റിന്റെ മുന്നിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് അത് അംഗീകാരം കൊടുത്തേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ഒരു കേസ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6-ൽ നിന്ന് 5 ആക്കിയത് 44-ാം ഭേദഗതിയാണ്. ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ രാഷ്ട്രപതിക്ക് അത് തിരിച്ചയക്കാം എന്ന് പറഞ്ഞതും 44-ാം ഭേദഗതിയാണ്. ഇനി ഓർഡിനൻസിന്റെ കാര്യത്തിലേക്ക് വരാം. ഓർഡിനൻസ് എന്ന് പറയുന്നത്
എന്താണ് മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം, മന്ത്രിസഭ ശ്രദ്ധിക്കണം, മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം പ്രസിഡന്റിനും ഗവർണർമാർക്കും യഥാക്രമം പാർലമെന്റിന്റെയും നിയമസഭയുടെയും അംഗീകാരമില്ലാതെ തന്നെ തങ്ങളുടെ ഉത്തരവിലൂടെ നിയമനിർമ്മാണം നടത്താനായിട്ട് സാധിക്കും. അതായത് സാധാരണ രീതിയിൽ ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് അവിടെ ഇപ്പം ഇന്ത്യ മൊത്തത്തിൽ കൊണ്ടുവരുന്ന നിയമമാണെങ്കിൽ അത് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇൻ കേസ് അവിടെ ലോക്സഭാ സമ്മേളനം കൂടാത്തൊരു സമയമാണ്, അല്ലെങ്കിൽ രാജ്യസഭാ സമ്മേളനം, അല്ലെങ്കിൽ പോട്ടെ പാർലമെന്റ് സമ്മേളനം കൂടാത്തൊരു സമയത്ത് അടിയന്തരമായിട്ട് എന്തെങ്കിലും കാര്യം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, എന്തെങ്കിലും പെട്ടെന്ന് നടപ്പിലാക്കിയേ പറ്റുള്ളൂ എന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഈ പാർലമെന്റിന്റെ അനുമതി ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഉത്തരവിലൂടെ ആ കാര്യം നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ആ ഒരു ഉത്തരവിനെയാണ് നമ്മൾ ഓർഡിനൻസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിയമസഭയുടെ കേസിലും നിയമസഭയുടെ അംഗീകാരമില്ലാതെ ഗവർണർക്ക് എന്ത് ചെയ്യാം, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അതും ലിമിറ്റഡ് പീരീഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡിനൻസിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇവിടെ ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാർലമെന്റോ, ഓക്കെ, ഓർഡിനൻസിന്റെ കേസ് അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോ ഇവിടെ എന്താണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പായിട്ട് എന്താണ് ഓർഡിനൻസ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. അതിനു മുമ്പായിട്ട് ആ കാര്യം മാറ്റം വരുന്നതിന്റെ ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ ഓർഡിനൻസ് എന്താണെന്ന് മനസ്സിലായി. അതായത് പാർലമെന്റ് സമ്മേളനം കൂടാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യാം, ഈ പ്രസിഡന്റിനും ഗവർണർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ, പ്രസിഡന്റിനും ഗവർണർക്കും ആണ്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു, ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ഓർഡിനൻസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. 6 മാസത്തിനുള്ളിൽ അടുത്ത സഭ കൂടി അത് എന്താണ് അംഗീകരിച്ചാൽ മാത്രമേ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഓർഡിനൻസ് റദ്ദായി പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ വേറെ കാര്യം, അതിലേക്ക് വരണ്ട. 44-ാം ഭേദഗതിയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് അറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാല്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിയമം നടപ്പിലാക്കുന്നത് ഒന്നെങ്കിൽ പാർലമെന്റ്, നിയമം നടപ്പിലാക്കുന്നതല്ല, നിയമം കൊണ്ടുവരുന്നത്, നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെന്റും അതുപോലെ തന്നെ നിയമസഭകളുമാണ്. അപ്പൊ ഈ നിയമസഭകളോ അല്ലെങ്കിൽ പാർലമെന്റോ പാസ്സാക്കുന്ന നിയമങ്ങൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ പ്രസിഡന്റ്, ഗവർണർമാര്, അഡ്മിനിസ്ട്രേറ്റർമാർക്കും ഒക്കെ എന്ത് ചെയ്യാം, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഓർഡിനൻസ് ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു നിയമത്തിന് തുല്യമാണ്. ഓക്കെ, നിയമം നടപ്പിലാക്കുന്നതിന് തുല്യമാണ് ഒരു ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസോ അല്ലെങ്കിൽ പാർലമെന്റ് കൊണ്ടുവന്ന നിയമങ്ങളോ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ, ഭരണഘടനയിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണെങ്കിൽ അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഹൈക്കോടതിക്കും അതുപോലെ തന്നെ സുപ്രീം കോടതിക്കും ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആർക്കൊക്കെയാണ് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നത്? അത് ഒന്നെങ്കിൽ ഹൈക്കോടതിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക്. 2 കോടതിക്കും ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ എന്ത് ചെയ്യാം, അങ്ങനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്തിട്ട് അത് ഇത് ഇപ്പം നമ്മുടെ ഭരണഘടനയെ ലംഘിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കൊണ്ടുവന്ന നിയമങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ കോടതികൾക്കുണ്ട്. സുപ്രീം കോടതിക്ക് ആയിക്കോട്ടെ, ഹൈക്കോടതിക്ക് ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട്. അപ്പൊ ഓർഡിനൻസ് എന്താണെന്ന് മനസ്സിലായി, ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് മനസ്സിലായി. ഇനി അതിന്റെ ആർട്ടിക്കിൾസ് കൂടി നോക്കുക. പ്രസിഡന്റ്, ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകളിൽ ജുഡീഷ്യൽ റിവ്യൂ വിധേയമാക്കാമോ എന്ന് ചോദിച്ചാൽ അവിടെ 44-ാം ഭേദഗതിയിൽ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പായിട്ട് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പ്രസിഡന്റ് ഓർഡിനൻസുകൾ ഇറക്കുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 123 ആണ്. 1, 2, 3 ഓടിക്കോ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓർഡിനൻസ് ഓടിക്കോ 1, 2, 3, പ്രസിഡന്റ് 1, 2, 3 ആണ്. ഇനി ഗവർണർ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് 213 ആണ്. 213, ഓക്കെ, ആദ്യത്തെ 2 ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. 213 ആണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കും. ആർട്ടിക്കിൾ 239B പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഈ പ്രസിഡന്റ്, ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർ പുറപ്പെടുവിക്കുന്ന ഈ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1975 38-ാം ഭേദഗതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും അഡ്മിനിസ്ട്രേറ്ററുടെയും സംതൃപ്തി പ്രകാരമാണെന്നും അത്
ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു വ്യവസ്ഥയുമായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. ഏത് ഭേദഗതിയിലൂടെ? 38ാം ഭേദഗതിയിലൂടെ. എന്നാൽ 1978 44ാം ഭേദഗതി, അതായത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഭേദഗതി പ്രകാരം എന്ത് മാറ്റം കൊണ്ടുവരുന്നു? പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ എന്ത് ചെയ്യാം? ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്നുള്ള നിയമം പുനഃസ്ഥാപിക്കുകയുണ്ടായി. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡിനൻസ് എന്താണെന്ന് പഠിച്ചു, ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് പഠിച്ചു, ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ എന്താ പറയുന്നത്? 44ാം ഭേദഗതി പ്രകാരം ഓർഡിനൻസുകളും എന്ത് ചെയ്യാം? ജുഡീഷ്യൽ റിവ്യൂവിന് ഹാജരാക്കാം എന്ന് പറയുന്നു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട മാറ്റം കൊണ്ടുവരുന്നത് സ്വത്തവകാശത്തിലാണ്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭേദഗതി എപ്പോഴും ചോദിക്കാറുണ്ട്. 44 സെന്റ് ഭൂമിയുള്ള ഒരാളാണ് ഞാനെന്ന് ചുമ്മാ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ 42 അല്ല 44. അപ്പൊ സ്വത്തവകാശം നിലവിൽ എന്ത് അവകാശമായിട്ടാണ് കണക്കാക്കുന്നത്? യഥാർത്ഥത്തിൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 3 എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ടായിരുന്നു അല്ലെ? അതിൽ ആർട്ടിക്കിൾ 31 എന്തിനെ പറ്റി പറഞ്ഞിരുന്നത്? സ്വത്തവകാശത്തെ പറ്റി പറഞ്ഞിരുന്നത്. അപ്പൊ സ്വത്തവകാശം എന്ന് പറയുന്നത് തുടക്കത്തിൽ എന്തായിരുന്നു? അതായത് ഈ 44ാം ഭേദഗതി നിലവിൽ വരുന്നതിന് മുമ്പ് വരെ അതൊരു മൗലിക അവകാശമായിരുന്നു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ 44ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുകയാണ്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ ആ ഒരു പട്ടികയിൽ നിന്നും എടുത്ത് പുറത്ത് കളഞ്ഞു. പുറത്ത് എങ്ങോട്ടേക്കാ കളഞ്ഞതെന്ന് ചോദിച്ചാൽ ഭാഗം 12 കൊണ്ടിട്ടു. ഭാഗം 3 കിടന്ന സ്വത്തവകാശത്തെ എന്ത് ചെയ്യുകയാണ്? 12ാമത്തെ ഭാഗത്ത് കൊണ്ടിടുകയാണ്. അവിടെ പുതിയതായിട്ട് ഒരു ആർട്ടിക്കിൾ അങ്ങ് കൂട്ടിച്ചേർത്തു. 300A എന്നുള്ള ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ഈ ആർട്ടിക്കിളിലാണ് ഇപ്പോൾ ആര് കിടക്കുന്നത്? സ്വത്തവകാശം കിടക്കുന്നത്. അപ്പൊ സ്വത്തവകാശത്തിന് ഇപ്പൊ നമുക്ക് മൗലിക അവകാശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്വത്തവകാശം നിലവിൽ എന്തല്ല? മൗലികാവകാശമല്ല, പകരം അതൊരു നിയമ അവകാശം മാത്രമാണ്. അപ്പം ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നിയമാവകാശമാക്കി മാറ്റിയ ഭേദഗതി എപ്പോഴും ചോദിക്കും. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും 42ആണോ 44ആണോ എന്നുള്ളത്. ഇനി മറന്നു പോകരുത്. 44 ഭൂമിയുണ്ട് അല്ലെങ്കിൽ 44 സെന്റ് ഭൂമിയുണ്ടെന്ന് ഓർത്തിരിക്കുക. 44 സ്വത്തവകാശമാണെന്ന് ഓർത്തിരിക്കുക. മനസ്സിലായോ? അപ്പോ തുടക്കത്തിൽ 31ാമത്തെ ആർട്ടിക്കിളിൽ കിടന്ന കാര്യമായിരുന്നു. 31ാമത്തെ ആർട്ടിക്കിള് ഭാഗം 3 കിടന്നതിനെ ഇപ്പോൾ കൊണ്ട് എവിടെ ഇട്ടേക്കുവാണ്? 300A എന്നുള്ള ആർട്ടിക്കിളില് അതും 12ാമത്തെ ഭാഗത്ത് കൊണ്ടിട്ടിരിക്കുകയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സ്വത്തവകാശം ഈ സമയത്ത് ഇവിടെ കിടന്നപ്പോൾ മൗലികാവകാശമായിരുന്നെങ്കിൽ ഇവിടെ കിടക്കുമ്പോൾ അതെന്താണ്? അത് വെറും ഒരു നിയമാവകാശം മാത്രമാണ്. ഓക്കെ, ഇനി അടിയന്തരാവസ്ഥയിലേക്ക് ഒന്ന് പോകാം. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഈ 44ാം ഭേദഗതി പ്രകാരമുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സായുധ കലാപം, ആംഡ് റെബല്യൻ എന്നായിരുന്നു. എന്നാൽ ഇവിടെ 1978 44ാം ഭേദഗതി പ്രകാരം എന്താണ്? ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ആ വാക്ക് മാറ്റിയിട്ട് പകരം എന്താക്കി മാറ്റുന്നു? സായുധ കലാപം അഥവാ ആംഡ് റെബല്യൻ എന്നാക്കി മാറ്റുന്നു. മനസ്സിലായോ? അപ്പൊ തുടക്കത്തിൽ എന്തായിരുന്നു? ആഭ്യന്തര അസ്വസ്ഥത, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കായിരുന്നു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട്, അതായത് ഈ 44ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുകയാണ്? ആഭ്യന്തര അസ്വസ്ഥത എന്നുള്ള ഒരു വാക്ക് മാറ്റിയിട്ട് അതിന് പകരം ഏത് വാക്ക് കൊടുത്തു? സായുധ കലാപം അഥവാ ആംഡ് റെബല്യൻ എന്ന വാക്ക് കൊടുത്തു. അതും 44ാം ഭേദഗതിയിലൂടെയാണ്. ഇനി പ്രസിഡന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നിർദ്ദേശമാണ് ലഭിക്കേണ്ടത്. ശ്രദ്ധിക്കുക, പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതിന് ആരുടെ നിർദ്ദേശമാണ് ലഭിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 1978 44ാം ഭേദഗതി പ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടേൺ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഒന്നും കൂടെ പറയുന്നു. പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ 44ാം ഭേദഗതി പ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഇനി 1975 ഇന്ത്യയിൽ
പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആര് പ്രഖ്യാപിച്ചത്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, ഫായുണ്ടേ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിച്ചിരുന്നത്. സോ അങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ടാണ് ഇനി അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ മന്ത്രിസഭയുടെ റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ, വെറുതെ പ്രധാനമന്ത്രി മാത്രം പറഞ്ഞാൽ പോരാ, മന്ത്രിസഭയുടെ റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ റദ്ദാക്കാൻ സാധിക്കാത്ത മൗലികാവകാശങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം 399 പ്രകാരം പറയുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പ്രസിഡന്റിന്റെ പ്രത്യേകമായ ഉത്തരവ് പ്രകാരം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എന്നാൽ 1978 44 ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ അനുച്ഛേദം 20, 21 ശ്രദ്ധിച്ച് പഠിക്കണേ. 44 ഭേദഗതിയിലൂടെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് 20, 21 കിടക്കുന്ന മൗലികാവകാശം എന്ത് ചെയ്യത്തില്ല? അത് റദ്ദു ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്താണ് ആർട്ടിക്കിൾ 20 കിടക്കുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ആ ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 20. 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ച അനുച്ഛേദമാണ്. അപ്പം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ത് ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത്? റദ്ദ് ചെയ്യുവാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സോ അങ്ങനെ പറ്റില്ല എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതി ഏതാണ്? അത് 44 ഭരണഘടനാ ഭേദഗതിയാണ്. മനസ്സിലായോ? അപ്പൊ 44 ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 20ലും 21ലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര നാൾക്കകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം? അവിടെയും ഒരു മാറ്റം കൊണ്ടുവരികയാണ്. അതായത് 44 ഭേദഗതിക്ക് മുൻപ് 2 മാസത്തിനകം പാർലമെന്റ് എന്ത് ചെയ്തിരിക്കണം? ആ അടിയന്തരാവസ്ഥ അംഗീകരിച്ചിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1978 44 ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ, അപ്പൊ 2 മാസം എന്നുള്ളത് വെട്ടിമാറ്റി എന്താക്കുകയാണ്? 1 മാസമാക്കി മാറ്റുകയാണ്. 1 മാസത്തിനകം എന്ത് ചെയ്തിരിക്കണം? പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം. മനസ്സിലായോ? ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ്. അതായത് നിലവിലുള്ള എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ, ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവിടെ നമ്മൾ ഭേദഗതിയാണ് കൊണ്ടുവരേണ്ടത്. അമെന്റ്മെന്റിലൂടെ മാത്രമേ അവിടെ ഒരു ഭരണഘടനയിലുള്ള ഒരു കുത്തും കോമയും പോലും നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലാതെ വെറുതെ പോയിട്ട് വെട്ടിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം അതിനകത്തൊന്നും കൂട്ടിച്ചേർത്ത് വെക്കാൻ സാധിക്കില്ല. പ്രത്യേകമായിട്ട് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി ആ പ്രൊസീജിയർ വഴി മാത്രമേ നിലവിലുള്ള ഭരണഘടനയിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പം അവിടെ ഈ 2 മാസം എന്നുള്ളത് 1 മാസമാക്കണമെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു ഭേദഗതി കൊണ്ടുവരണം. മനസ്സിലായോ? ഇനി 1978 44 ഭേദഗതി പ്രകാരം അനുച്ഛേദം 358 വന്ന മാറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക, 358 വന്ന മാറ്റം എന്താണ്? നോക്കൂ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം 358 പ്രകാരം അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കപ്പെടും. മനസ്സിലായോ? ആർട്ടിക്കിൾ 358 പ്രകാരം എന്ത് ചെയ്യുകയാണ്? അനുച്ഛേദം 19 എന്താണ്? മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് പറയുന്നത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടുമെന്ന് ഉള്ള ആ വ്യവസ്ഥ കൊണ്ടുവന്ന ആ അല്ലെങ്കിൽ ഭേദഗതി ഏതാണ്? 1978 44 ഭരണഘടനാ ഭേദഗതിയാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി 3 കാരണങ്ങൾ കൊണ്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ്? യുദ്ധം മൂലം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം മൂലം, അതുപോലെ തന്നെ സായുധ കലാപം. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി 44 ഭേദഗതി പ്രകാരം അനുച്ഛേദം 19 പൗരന്മാർക്ക് നഷ്ടപ്പെടുന്നത് യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഇവ കാരണം മാത്രമാണ്. സായുധ കലാപം കാരണമാണ് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടത്തില്ല എന്ന് ഓർത്തിരിക്കുക. മനസ്സിലായോ? അതൊന്നും ശ്രദ്ധിച്ച് പഠിക്കണേ. അപ്പോ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അവിടെ യുദ്ധം കൊണ്ടോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റം കൊണ്ടോ ആണ് ഇവിടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടും. എന്നാൽ സായുധ കലാപം മൂലമാണ് ഇവിടെ ദേശീയ
പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആ ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, നഷ്ടമാകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 44 ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം, പോയിന്റ് ആയിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് തയ്യാറാക്കി എടുക്കുക. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു, ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 മൊത്തത്തിൽ റദ്ദാക്കപ്പെടും. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യും, ആർട്ടിക്കിൾ 19 സ്വമേധയാ റദ്ദാക്കപ്പെടും എന്നുള്ള വ്യവസ്ഥയുണ്ട്. എന്നാൽ അത് സായുധ കലാപം മൂലമാണെങ്കിൽ റദ്ദാക്കപ്പെടില്ല എന്നുള്ളൊരു വ്യവസ്ഥ ഇതിലൂടെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ഒരു കാര്യം എന്തായിരുന്നു, ഇവിടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചിരിക്കണം. മുമ്പ് അത് 2 മാസമായിരുന്നു. പിന്നെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ത് ചെയ്യത്തില്ല, റദ്ദാക്കപ്പെടില്ല. ബാക്കിയുള്ള എല്ലാ അനുച്ഛേദങ്ങളും ബാക്കിയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും എന്ത് ചെയ്യും, മൗലിക അവകാശങ്ങളും റദ്ദാക്കപ്പെടും എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടേൺ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ എന്താണ്, ആഭ്യന്തര അസ്വസ്ഥത എന്നുള്ള വാക്ക് മാറ്റി സായുധ കലാപം എന്നാക്കി മാറ്റിയ ഭേദഗതി 44 ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും എന്താണ് നിയമാവകാശമാക്കി മാറ്റിയ ഭേദഗതി 44 31 കടന്നതിനെ 300 മൂന്നാം ഭാഗത്ത് കടന്നതിനെ 12 ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ജുഡീഷ്യൽ റിവ്യൂവിന്റെ കേസ് ഓർഡിനൻസും ജുഡീഷ്യൽ റിവ്യൂവിന് കൊണ്ടുവരാം എന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്ത ഭേദഗതി 44 ഭേദഗതിയാണ്. പിന്നെന്താ പറയുന്നത്, ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധനയ്ക്ക് അയക്കാം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണ്. എന്നാൽ പുനഃപരിശോധനയ്ക്ക് ശേഷം പ്രസിഡന്റ് അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി തിരിച്ച് കൊണ്ടുവന്ന ഭേദഗതിയും 44. പിന്നെന്താണ്, അതിന്റെ ഡേറ്റും കാര്യങ്ങളും പഠിക്കുക. മെയിൻ ആയിട്ടും ഈ ഭേദഗതി കൊണ്ടുവന്നത് 42 ഭേദഗതിയിൽ കൊണ്ടുവന്ന ആ മാറ്റങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും 44 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, നല്ലതുപോലെ ശ്രദ്ധിച്ചു പഠിക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്